വളരെയേറെ ദുഃഖത്തിലും അതിലേറെ ഞെട്ടലിലൂടെയാണ് നമ്മൾ ഈ നിമിഷം കടന്നു പോകുന്നത്. നമ്മളുടെ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ 29 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതും നിരായുധരായ പാവപ്പെട്ട 29 പേർക്കെതിരെ നിറയൊഴിച്ചിരിക്കുന്നത് അതിക്രൂരന്മാരെ. ഇവന്മാരെ എന്താ പറയേണ്ടതെന്നൊന്നും അറിയത്തില്ല. തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ പോരാ, മൃഗങ്ങളെക്കാളും കഷ്ടമാണ് ഇവന്മാരുടെ കാര്യം. ഏകദേശം 2019 ശേഷം അതീവ സമാധാനമായി മാറിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ജമ്മു കാശ്മീർ. കാരണം അവിടെ മിലിറ്ററിയും അതുപോലുള്ള ഗവൺമെൻറ്റും എടുത്ത നടപടികൾ മൂലം അതീവ സമാധാനമായിട്ട് ഇപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിൽ പോയി സമാധാനത്തോടെ റോഡിൽ നടക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ കാശ്മീരിലും നടന്നുകൊണ്ടിരുന്ന ഒരു സമയമാണ് ഇപ്പോൾ കടന്നുപോയത്. ആ ഒരു സമയത്ത് ഈ രീതിയിലുള്ള അറ്റാക്ക് അത് അതീവ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഇവനൊന്നും ഈ അറ്റാക്ക് ചെയ്തവൻ്റെ പിന്നിൽ പാകിസ്ഥാനാണെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പം ഇതിനെതിരെ കർശനമായ നടപടി, ഇവൻ്റെയൊക്കെ അപ്പൻ്റെ ഫോഴ്സിൽ ഇവരെ അടിച്ചു പോകുന്ന രീതിയിൽ വേണം ഇത് പ്രതികരിക്കാൻ എന്നാണ് ഞാൻ പറയുന്നത്. ഇത്രയും സമാധാനമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന താഴ്വരയിൽ കയറി ഇവന്മാർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെയൊക്കെ അപ്പൻ്റെ ഫോഴ്സിലല്ല, അവൻ്റെയൊക്കെ കുടുംബക്കാരുടെ ഫോഴ്സിൽ വരെ അടിച്ചു പോകുന്ന രീതിയിൽ വേണം ഇത് പ്രതികരിക്കാൻ. നമ്മുടെ രാജ്യത്ത് കയറി നമ്മുടെ ആൾക്കാരെ, സമാധാനത്തിൻ്റെ പാതയിൽ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്തിലെ ജമ്മു കാശ്മീരിൽ കയറി ആൾക്കാരെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെയൊക്കെ അണ്ണാക്കി കയറിയിരുന്ന് പൊങ്കാല ഇടണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് തന്നെ ചെയ്തിരിക്കും. നീയൊക്കെ നോക്കിക്കോ.